വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളിവിടെ സൂചിപ്പിച്ചതൊക്കെ തന്നെയും. എം വി ഗോവിന്ദൻ മാഷ് നടത്തിയ പ്രസംഗത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം, നല്ലതുപോലെ തോറ്റിട്ട് ജയിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ, കണക്കുകൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് എം വി ഗോവിന്ദൻ മാഷ് പറയുന്നുണ്ട്. അത് പറയുന്നതിനൊരു കാരണമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ LDF ഏറ്റെടുത്തത് LDFിൻ്റെ ലോക്സഭാ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയൊന്നുമല്ല. കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കിയാൽ 2004-ലും 2009-ലുമായി 0.8% കുറവാണ് CPIഎമ്മിന് സംഭവിച്ചിരിക്കുന്നത്. അതുമായി തുലനപ്പെടുത്തിയാൽ ഇത്തവണ ആ കുറവേ അല്ല കണക്ക് വെച്ച് നോക്കിയാൽ. അപ്പോൾ കണക്ക് പറഞ്ഞിരുന്നാൽ നമുക്ക് തോൽവി സംഭവിച്ചിട്ടില്ല എന്ന വളരെ ലളിതമായ ന്യായീകരണത്തിലേക്ക് എത്താം. 2009-ഉം 2014 തമ്മിൽ നോക്കിയാലോ ഏകദേശം 8% വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് CPഎമ്മിൽ മാത്രം. 2019-ലും 2021-ലേക്കും എത്തിയാലും അവിടെയും മാറ്റം സംഭവിച്ചിരിക്കുന്നു, ആ 0.15%-നേക്കാൾ കൂടുതൽ. അപ്പോൾ കണക്കുകൾ പറഞ്ഞിരുന്നാൽ തോൽവി നമുക്ക് വന്നിട്ടില്ല എന്ന ഒരു സ്വയം സമാധാനത്തിലേക്ക് നമുക്ക് പോകാം. പക്ഷേ എം വി ഗോവിന്ദൻ മാഷ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ 2-3 കാര്യങ്ങൾ നമ്മൾ ഡീകോഡ് ചെയ്ത് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എം വി ഗോവിന്ദൻ മാഷ് പറഞ്ഞേക്കുന്ന പ്രസംഗത്തിലെ ഒരു ഭാഗം ഇതാണ്: 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴുള്ള പ്രവണതകളുണ്ട്. ആ പ്രവണത ഈ മുതലാളിത്ത സമൂഹത്തിൽ അരിച്ചരിച്ച് നമ്മുടെ പാർട്ടി കേഡറുകളിലും നമ്മളിലെല്ലാം തന്നെ ഉണ്ടാവും. അതെല്ലാം തൂത്തെറിഞ്ഞുകൊണ്ട് മാത്രമേ നല്ല തിരുത്തലുകൾ നടത്താനാകൂ. സംഘടനാ രംഗത്തും തിരുത്തലുകൾ വേണം എന്നുള്ളതാണ്. എന്താണ് ഈ 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴുള്ള പ്രവണതകൾ? അതാണ് പ്രധാനമായും എം വി ഗോവിന്ദൻ മാഷ് പറയാൻ ഉദ്ദേശിക്കുന്നതും ഇനി 16-ാം തീയതി മുതൽ തുടങ്ങുന്ന നേതൃ കമ്മിറ്റികളടക്കം ചർച്ച ചെയ്യാൻ പോകുന്നതും. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതായി ഞാൻ മനസ്സിലാക്കുന്നത്, ഒരുപക്ഷെ പാർട്ടി വരും ദിവസങ്ങളിൽ പാഠം പഠിക്കണമെങ്കിൽ ഒരു റഫറൻസ് ടെക്സ്റ്റ് വേണമല്ലോ. ഞാൻ പാർട്ടിക്ക് വേണ്ടി നിർദ്ദേശിക്കുന്ന ഒരു പുസ്തകം ക്രിസ്റ്റഫർ ജാഫറിലോട്ട് എഴുതിയ മോദീസ് ഇന്ത്യ, ദ ഹിന്ദു നാഷണലിസം ആൻഡ് ദ റൈസ് ഓഫ് എത്നിക് ഡെമോക്രസി എന്ന പുസ്തകമാണ്. ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ഹിന്ദു നാഷണലിസം പൊതു ഇടങ്ങളിൽ കാവ്യവൽക്കരണം നടത്തുന്നത്. അവിടെയാണ് ഉണ്ണി ബാലകൃഷ്ണൻ നേരത്തെ സൂചിപ്പിച്ച നമ്മളുടെ രാഷ്ട്രീയത്തെ സാംസ്കാരികവൽക്കരിച്ചത് എങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു റിവേഴ്സ് പ്രോസസ് ഉണ്ട്. അതായത് പൊതുവിടങ്ങളിലേക്ക് കാവ്യവൽക്കരണം നടക്കുകയും അവിടെ ഹിന്ദു വോട്ടുകൾ, അതായത് നമ്മൾ ഇതുവരെയും വിശ്വസിച്ചിരുന്നത് ഹിന്ദു എന്ന ഒരൊറ്റ ടേമിനുള്ളിൽ ഈ ജാതി ഹിന്ദുക്കളെ ക്രോഡീകരിക്കാൻ കഴിയില്ല എന്നാണ്. കാരണം വ്യത്യസ്ത ഹൈറാർക്കിക്കലായി വ്യത്യസ്ത ശ്രേണികളിലായി കിടന്നിരുന്ന വിഭാഗങ്ങളെ ഹിന്ദുവായി ചിത്രീകരിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രൊപ്പഗാൻഡ മെഷീനറിയാണ് യഥാർത്ഥത്തിൽ BDJs. അതിന് ടാഗ്ലൈൻ വളരെ മനോഹരമായിരുന്നു. അന്ന് ആ ടാഗ്ലൈനെ നമ്മൾ പുച്ഛിച്ചു തള്ളി. എന്തായിരുന്നു ആ ടാഗ്ലൈൻ? നായാടി മുതൽ നമ്പൂതിരി വരെ എന്നുള്ളതായിരുന്നു അന്നത്തെ ടാഗ്ലൈൻ. ആ ടാഗ്ലൈൻ യഥാർത്ഥത്തിൽ പ്രവർത്തനക്ഷമമാകുന്നത് മോദിയുടെ കാലത്തെ വംശീയ ജനാധിപത്യത്തിലേക്ക് പരിവർത്തനം ഹിന്ദുത്വ പരിവർത്തനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. ഇതാണ് ഇതിൻ്റെ ഒരു കൾച്ചറൽ കോണ്ടെക്സ്റ്റ്, ഇതിൻ്റെ ഒരു സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയം എന്ന് പറയുന്നത്. മോദിയുടെ കാലത്ത് ഒരു എത്നിക് ഡെമോക്രസിയായി, ഒരു ഹൈന്ദവ ജനാധിപത്യമായി, ഒരു ഹൈന്ദവ നാഷണലിസമായി, ദേശീയതയായി അത് പരിണമിക്കുമ്പോൾ സ്വാഭാവികമായും ഈ ഹിന്ദു എന്ന് പറയുന്ന ആശയത്തിന് തന്നെ സംഭവിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ മാറ്റമുണ്ട്. അതെങ്ങനെയാണ് നമ്മളെ സാംസ്കാരികവൽക്കരിച്ചിരിക്കുന്നത്, നമ്മുടെ രാഷ്ട്രീയത്തെ സാംസ്കാരികവൽക്കരിച്ചിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ എന്തുകൊണ്ടാണ് പാർട്ടി നിശബ്ദമായി പോയത്? പാർട്ടിയുടെ ബഹുജന സംഘടനകൾ എങ്ങനെയാണ് നിശബ്ദമായി പോയത്? ഇവിടെയാണ് എം വി ഗോവിന്ദൻ മാഷ് പറഞ്ഞ മുതലാളിത്ത കാലത്ത് ഈ അരിച്ചരിച്ച് കയറുന്ന പ്രവണതകൾ സംഘടനാ തലത്തിലും ഭരണതലത്തിലുമുണ്ട് എന്നുള്ളതാണ്. രണ്ടിടത്തും പ്രകടമാകുന്ന ചില പ്രത്യേക മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്, നോക്കൂ, വ്യക്തി കേന്ദ്രീകൃതമായ, വ്യക്തിപൂജയിൽ അധിഷ്ഠിതമായ ആശയങ്ങളുടെ തടവറയിലാണ് പാർട്ടി എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമുണ്ട്. അത് കേരളത്തിലെ CPഎമ്മിന് മാത്രം സംഭവിക്കുന്നതല്ല. തൃണമൂൽ കോൺഗ്രസിൻ്റെ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന് സംഭവിക്കുന്നുണ്ട്. ഒഡീഷയിൽ നവീൻ പട്നായിക്കിൻ്റെ ബിജു ജനതാദളിന് സംഭവിക്കുന്നുണ്ട്. ഒരു പരിധിവരെ സ്റ്റാലിൻ്റെ DMKക്ക് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടിക്ക് സംഭവിക്കുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ പാർട്ടിയിൽ മാത്രമല്ല ഭരണരംഗത്തും പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ സാധാരണ പറയും പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് എന്നുള്ളത് സൂപ്പർ ലെജിസ്ലേച്ചർ ആവുന്നു എന്ന് പറയുന്നത് പോലെ CMൻ്റെ ഓഫീസ് ഒരു സൂപ്പർ ലെജിസ്ലേച്ചറും സൂപ്പർ പാർട്ടിയുമായി മാറുന്ന വ്യക്തി കേന്ദ്രീകൃതമായ ഒരു രാഷ്ട്രീയം അവിടെ രൂപപ്പെടുന്നു എന്നുള്ളതാണ്. ഇവിടെയാണ് എം വി ഗോവിന്ദൻ മാഷ് സൂചിപ്പിച്ച മുതലാളിത്തത്തിൻ്റെ കാലത്ത് അരിച്ചരിച്ച് കയറുന്ന പ്രവണതകളിൽ ഒന്ന് എന്ന് പറയുന്നത് വ്യക്തിപൂജയും ആ വ്യക്തിപൂജയിൽ അധിഷ്ഠിതമായിരിക്കുന്ന രാഷ്ട്രീയവുമാണ്. ഇത് പാർട്ടി തലത്തിലുണ്ട്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭരണതലത്തിലുമുണ്ട്. ഇല്ലെങ്കിൽ നവകേരള സദസ്സിൽ രക്ഷാപ്രവർത്തന ദൗത്യമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ക്യാബിനറ്റിൽ അതിനെതിരെ ചെറുവിരൽ ഒരാൾ അനക്കിയിട്ടില്ല. മാത്രവുമല്ല, മുഖ്യമന്ത്രി പറയുന്നത് അതേപോലെ ഈണത്തിൽ താളമിട്ട് ന്യായീകരിക്കുകയാണ് കൂടെയുള്ള ക്യാബിനറ്റ് മന്ത്രിമാർ, ഘടകകക്ഷിയിൽപ്പെട്ടവർ.
നേരത്തെ കാനം രാജേന്ദ്രൻ ആദ്യഘട്ടത്തിൽ എതിർപ്പുയർത്തിയെങ്കിലും പാർട്ടിക്ക് മുന്നിൽ CPM-ന് മുന്നിൽ സർവ്വവിധേയനായി തീരുന്ന ഒരു കാനം രാജേന്ദ്രനെയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അതിനുശേഷം CPI ആണെങ്കിലും ശരി, മറ്റേതു ഘടകകക്ഷിയാണെങ്കിലും ശരി, പാർട്ടിക്ക് വിധേയമായി പോകുന്ന പിണറായി വിജയന് കീഴിലേക്ക് മാത്രം വരുന്ന അവസ്ഥയിലേക്ക് മാറുന്നു. ഇത് അരിച്ചരിച്ച് കയറുന്നൊരു പ്രവണതയാണ്. ഈ പിണറായി ഭക്തിയാണ് ബഹുജന വർഗ സംഘടനകളിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളെ പരസ്യമായി വിമർശിക്കാനോ അതിന് തിരുത്താനോ തയ്യാറാവുന്ന ഒരു സാംസ്കാരികമായിട്ടുള്ളൊരു ഇടതുപക്ഷം ശക്തി പ്രാപിക്കാത്ത സാഹചര്യം ഉണ്ടാവുന്നത്. സച്ചിദാനന്ദൻ മാഷിന്റെ തന്റെ അഭിമുഖത്തിൽ നിന്ന് പിന്മാറേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നത് ഈ ഘട്ടത്തിലാണ്. ഇതാണ് ഒരു അനഭിലഷണീയമായ കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നോക്കൂ, അത് സംഘടനാ തലത്തിൽ ആശയപരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റമാണ്. പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചിരിക്കുന്ന തന്ത്രം എന്താണ്? നേരത്തെ കോടിയേരി ബാലകൃഷ്ണന്റെ കാലത്ത് 2 പ്രയോഗങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലൊന്നാണ് ഈ കുഞ്ഞാലിക്കുട്ടിയെക്കുറിച്ചും ഒപ്പം കുഞ്ഞുഞ്ഞിനെ കുറിച്ചും പറഞ്ഞിരിക്കുന്ന പ്രയോഗം. കുഞ്ഞുഞ്ഞിനെ കുറിച്ചും കുഞ്ഞാലിക്കുട്ടി, മൂന്നാമത്തേത് എന്താണ്? കുഞ്ഞാപ്പ, കുഞ്ഞുമാണി. ഈ 3 പ്രയോഗമാണ് അന്ന് കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയത്. പിന്നീട് അത് അമീർ ഹസൻ കുഞ്ഞാലി എന്ന് പറയുന്ന പദപ്രയോഗത്തിൽ മാറുന്നു. എന്താണ് ഈ പദപ്രയോഗത്തിന്റെ ലക്ഷ്യം? അന്ന് നോട്ടമിട്ടിരുന്നത് UDF-ൽ പൂർണ്ണമായിട്ടും ഒരു ന്യൂനപക്ഷാധികാരം അവിടെ ഉണ്ടെന്നും അതുവഴി ഭൂരിപക്ഷം വരുന്ന ഒരു ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ടാണ്. എന്നാൽ 2019 കഴിയുമ്പോൾ പിണറായി വിജയന്റെ പാർട്ടിയിൽ, അതല്ലെങ്കിൽ CPM-ന്റെ പാർട്ടിയിൽ സംഘടനാപരമായൊരു മാറ്റം സംഭവിക്കുന്നുണ്ട്, ആശയപരമായൊരു മാറ്റം സംഭവിക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ന്യൂനപക്ഷ വോട്ടുകളിലേക്ക് കടന്നു കയറാൻ നടത്തിയ ശ്രമം എന്നുള്ളത് അതിവേഗമാണ് പുറം ലോകം അറിയുന്നത്. അത് വോട്ടിനു വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമായിരുന്നു എന്ന രീതിയിൽ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. അവിടെ പലസ്തീൻ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നു. അവിടെ ബാബറി മസ്ജിദ് തകർത്തതിന് പിന്നിൽ റാവു ആണ് എന്നുള്ളത് വളരെയധികം ശക്തമായ രീതിയിൽ പ്രചരണ രംഗത്ത് ഉപയോഗിക്കുന്നു. അങ്ങനെ CAയും പൗരത്വ വിഷയവും യൂണിഫോം സിവിൽ കോഡും അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഈ ന്യൂനപക്ഷ വോട്ടുകൾ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ ഈ സർക്കാർ ശ്രമിച്ചു എന്നുള്ളൊരു പ്രതീതി ആളുകൾക്ക് സ്വാഭാവികമായി ഉണ്ടാവും. ഇവിടെയാണ് നേരത്തെ തന്നെ കാവ്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ഇടങ്ങളിലേക്ക് സ്വാഭാവികമായും ഇസ്ലാമോഫോബിക്കായ ഒരു ആശയം പ്രചരിപ്പിച്ചിരുന്നൊരു സമൂഹത്തിലേക്ക്, ന്യൂനപക്ഷത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു പാർട്ടിക്കെതിരെ ഉണ്ടാവുന്ന ഒരു വികാരവും അടിസ്ഥാനമായിട്ട് ഈ തലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ 2 പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റികൾ, അതിലൊന്ന് ഇഴവ കമ്മ്യൂണിറ്റിയും മറ്റൊന്ന് ക്രൈസ്തവ കമ്മ്യൂണിറ്റിയും, ഈ ഇസ്ലാമോഫോബിക്കായ ആശയങ്ങളുടെ പ്രചാരവാഹകരായി മാറുന്നത് പാർട്ടി കാണാതെ പോയി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് സംഘടനാ തലത്തിൽ ഇനി അഴിച്ചുപണി നടത്തുമ്പോൾ ഉണ്ടാകേണ്ടിയിരിക്കുന്ന, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ സാംസ്കാരിക ഇടങ്ങളെ രാഷ്ട്രീയവൽക്കരിച്ച് തിരിച്ചെടുക്കാനുള്ള ശ്രമഫലമായി സംഭവിക്കേണ്ടതാണ്. പക്ഷേ അതിന് പൊതുവിടങ്ങൾ സ്വതന്ത്രമാവണം. ആ പൊതു ഇടങ്ങളെ സ്വതന്ത്രമാക്കണമെങ്കിൽ നേരത്തെ MV ഗോവിന്ദ മാഷ് പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മളുടെ ഭരണരംഗത്തും സംഘടനാ രംഗത്തും അരിച്ചരിച്ചു കയറിക്കൊണ്ടിരിക്കുന്ന പ്രവണതകൾ ഒന്നുമില്ലാതെയാവുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തണം. അതത്ര എളുപ്പം സാധ്യമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇടതുപക്ഷത്തിന് അത് സാധ്യമാകുന്നതേ ഉള്ളൂ. ഒരിക്കൽ കൂടി ഞാൻ പറയാം, കണക്കുകൾ വെച്ചാണ് നമ്മൾ ഈ തിരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നതെങ്കിൽ പരാജയപ്പെട്ടിട്ടില്ല എന്ന പ്രതീതി നമുക്കുണ്ടാവും. പക്ഷേ യഥാർത്ഥത്തിൽ ആ കണക്കുകൾ 2.81% UDF-ന് നഷ്ടമാവുകയും 1.81 വോട്ടുകൾ LDF-ന് നഷ്ടമാവുകയും ചെയ്യുമ്പോൾ 3.7% വർധനവ് NDA-ക്ക് ഉണ്ടാവുന്നു എന്നുള്ള ആ മാറ്റത്തിൻ്റെ രാഷ്ട്രീയ രാസപരിണാമം സംഭവിച്ചിരിക്കുന്നത് അടിസ്ഥാനമായി ഈ പൊതുവിടങ്ങളെ കാവ്യവൽക്കരിക്കുന്നതാണെന്നും ആ പൊതുവിടങ്ങളെ കാവ്യവൽക്കരിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ചില ഒറ്റപ്പെട്ട ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പൊതിച്ചോറ് എന്ന് പറയുന്നൊരു പദ്ധതി. ഞാനത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. DYFIയുടെ പൊതിച്ചോറ് എന്ന് പറയുന്ന പദ്ധതി അന്തർദേശീയ മാധ്യമങ്ങളിൽ പോലും ചർച്ച ചെയ്യപ്പെട്ടു. പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വികലമായി ഉപയോഗിക്കപ്പെട്ടതും ആശയമാണ്. നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ പോകുന്ന സമയത്ത് എന്തുകൊണ്ട് സാധനം കിട്ടുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ പൊതിച്ചോറ് വിതരണം ചെയ്യുന്നില്ലേ എന്ന രീതിയിലുള്ള ഒരു ഡിഫൻസിലേക്ക് അത് ഉപയോഗപ്പെടുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ സാംസ്കാരികമായ ഇടങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങളെ ട്രോളുകയല്ല വേണ്ടത്, അല്ലെങ്കിൽ ട്രോളാൻ വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കുകയല്ല വേണ്ടത്. അതിനെ തിരിച്ചുപിടിക്കുന്ന രാഷ്ട്രീയ ബോധ്യമാണ് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ചുരുക്കുകയാണ്. ഈ ഭരണരംഗത്ത് സംഭവിച്ചിരിക്കുന്നത് സാമ്പത്തിക മാന്ദ്യത്തെ ഒരൊറ്റ നെറേറ്റീവിലേക്കാണ് കേരളത്തിലെ മുഴുവൻ തൊഴിലാളി വർഗത്തിൻ്റെ അവസ്ഥയും ഈ സർക്കാർ ചുരുക്കിയത് എന്നതാണ് എൻ്റെ പക്ഷം. അതെന്താണ് ആ നെറേറ്റീവ്? കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി സംസ്ഥാന സർക്കാരിനെ ഞെരുക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ പെൻഷൻ വിഹിതം മുടങ്ങിയത്, നിങ്ങളുടെ സിവിൽ സപ്ലൈകോയിലെ സാധനങ്ങൾ ഇല്ലാതെയായത്, നിങ്ങളുടെ കാരുണ്യ ഫാർമസിയിലെ കാസ്പ് പദ്ധതി ഇല്ലാതായത് എന്ന വളരെ ലളിതമായ ഒരു പ്രയോഗത്തിലേക്ക്, ഒരു
ഒരു നരേഷനിലേക്ക്, ആഖ്യാനത്തിലേക്ക് സർക്കാർ പോയി. അത് സാധാരണ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവർ കണ്ടിരുന്ന ഒരു സർക്കാരിൽ നിന്ന് തികച്ചും വിഭിന്നമായ ആശയമാണ്. പെൻഷൻ കൃത്യമായിട്ട് വീട്ടിലെത്തിച്ചുകൊണ്ടിരുന്ന കോവിഡ് കാലം, കിറ്റുകൾ വീട്ടിലെത്തിച്ചുകൊണ്ടിരുന്ന കോവിഡ് കാലം, 40 കിലോഗ്രാം അരി ഉച്ചഭക്ഷണത്തിന് പകരമായി വീട്ടിലെത്തിച്ചുകൊണ്ടിരുന്ന ഒരു കാലം. ആ കാലത്തിനപ്പുറത്തേക്ക് ഒഴിഞ്ഞു കിടക്കുന്ന സപ്ലൈകോ എന്ന് പറയുന്നത്, പെൻഷൻ കിട്ടാത്ത കുടിശ്ശിക കിടക്കുന്ന സർക്കാർ എന്ന് പറയുന്നത് ഒന്നാം പിണറായി സർക്കാരിൽ നിന്ന് ഏറെ വിഭിന്നമായ ഒന്നാണ്. സ്വാഭാവികമായും ജനങ്ങളിൽ ആന്റി ഇൻകുംബൻസി ഉണ്ടാവും. അത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ CSDS-ന്റെ സർവേയിൽ 23-24% സ്വിംഗ് വോട്ടർമാരെ നിശ്ചയിക്കാൻ അത് പര്യാപ്തമാണ്. അതാണ് അടിസ്ഥാനമായിട്ടുള്ള കാര്യം. അപ്പോൾ പല തലങ്ങളിലായി തന്നെ സൂക്ഷ്മമായ പരിശോധന വേണ്ടുന്ന ഒരു പഠനമാണ് ഇവിടെ നടത്തേണ്ടത് എന്നതാണ് എൻ്റെ പക്ഷം. ഒരുപക്ഷെ പാർട്ടി അതിന് തയ്യാറാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആ പാർട്ടിയുടെ അടിസ്ഥാനമായിട്ടുള്ള സ്വഭാവം അത് തന്നെയാണ്. ഇതിൽ വലിയ പരാജയങ്ങൾ നേരിട്ടപ്പോഴും പാർട്ടി ശക്തമായി തിരികെ വരികയും ചെയ്തിട്ടുണ്ട്. എല്ലാ പാർട്ടികളും ജനാധിപത്യത്തിൽ അവരുടേതായ സ്ഥാനം അർഹിക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. അതുകൊണ്ട് പാഠം പഠിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. Meet the editors.